ഹർഷ, അടൂർ പ്രകാശിന് ശേഷം അടുത്ത SIT സംഘം ചോദ്യം ചെയ്യാൻ പോകുന്നത് പിണറായി വിജയനെയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അപ്പോൾ ഫോട്ടോ പുറത്തു വന്നതിന്റെ പേരിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് മുഖ്യമന്ത്രി എന്ന UDF പക്ഷം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹവുമായുള്ള സൗഹാർദ്ദ ബന്ധം എത്രത്തോളമാണ്, അല്ലെങ്കിൽ അടുത്ത് ചിരിച്ചുകൊണ്ട് നിന്നത് എന്തിനാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുമായിരിക്കും. പക്ഷേ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നേരത്തെ അറിയാതെ ഈ പറഞ്ഞ മൊഴിയെടുപ്പിന് ശേഷമുള്ള അറിവൊന്നുമല്ല, ഇപ്പോഴേ അറിയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. അപ്പോൾ അടുത്ത കണ്ണി തുറക്കുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇപ്പോൾ ഔദ്യോഗികമായി ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ലെങ്കിലും പലയിടങ്ങളിൽ നിന്നും നമ്മൾ അത് കേൾക്കുന്നുണ്ട്, അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ പോലും പലരും വന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ SITയുടെ ഓരോ നീക്കം എന്ന് പറയുന്നത് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതൊക്കെ ഉന്നതന്മാരുടെ ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെയൊക്കെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ഫോട്ടോ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ പറയുന്നത് പോലെ കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ സോണിയാഗാന്ധിയെ വരെ ചോദ്യം ചെയ്തേക്കാം എന്ന് പറയുന്നിടത്ത് ചോദ്യം ചെയ്യലിൽ ഇനി ഒരാളുടെ പേര് കൂടി കേൾക്കുകയാണ്, പിണറായി വിജയന്റേത്. കാരണം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ ഒരു ഫോട്ടോയല്ല, ഒരു വീഡിയോയാണ് പുറത്തു വന്നിട്ടുള്ളത്. അത്രത്തോളം സ്നേഹത്തോടു കൂടി ചെവിയിൽ പിടിച്ചു നുള്ളുന്ന, അല്ലെങ്കിൽ ചെവിയിൽ രഹസ്യം പറയുന്ന പിണറായി വിജയനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട്. ആ ഒരു നമുക്കറിയാം, പിണറായി വിജയന്റെ ചിരിച്ച മുഖം കാണാൻ വളരെ ചുരുക്കം മാത്രമാണ് സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ഫോട്ടോയിലും അങ്ങനെ ചിരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല, കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇടുന്ന വ്യക്തിയാണ്. ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അത്രത്തോളം അടുത്ത ഒരു പരിചയം, ബന്ധം എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു പരിചയം ഉണ്ടായിരിക്കാം. ആ പരിചയത്തിന്റെ പിന്നിലെ കാരണം എങ്ങനെയാണ്, ആരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു വലിയൊരു കള്ളന് പരിചയപ്പെടുത്തി കൊടുത്തത്, അവിടെ വരെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് ഒരു സാധാരണക്കാരന് ഒരിക്കലും പോയി കാണാനോ എത്തിപ്പെടാനോ സാധിക്കാത്ത ഒരിടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തൊട്ടടുത്ത് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എങ്ങനെയാണ് ഒരു ബന്ധം വന്നത്, ഇതിന് പിന്നിലെ കണ്ണികൾ ആരൊക്കെയാണ് എന്നുള്ളത് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രനോ പത്മകുമാറോ വാസുവോ ഒക്കെ തന്നെയായിരിക്കാം. കാരണം പിണറായി വിജയന്റെ വലതും ഇടതും പിന്നിലും മുൻപിലും ഒക്കെ നടക്കുന്ന ആളുകളാണല്ലോ. അത്രത്തോളം അടുത്ത ബന്ധമുള്ള വ്യക്തികളിൽ നിന്നും, സൗഹൃദമുള്ള വ്യക്തികളിൽ നിന്നും ആയിരിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അത്രയും വലിയൊരു കള്ളൻ അവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോ ഈ പറഞ്ഞതുപോലെ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് ഇപ്പോൾ അവിടുത്തെ MP ആയിരുന്നു എന്ന നിലയിലാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടാൽ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ കുറേയേറെ പേരുണ്ട്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി വന്ന് നിൽക്കും, നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ അവിടേക്ക് ഒരു വണ്ടി സ്പോൺസർ ചെയ്യുന്നു, ആ പരിപാടിക്ക് വേണ്ടി മുഖ്യമന്ത്രി വരുന്നു, ഉറപ്പായിട്ടും സ്പോൺസർ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക, തമാശ പറയുകയും ചെയ്യുന്നു. ഞാനതിനെയൊക്കെ ആ ഒരു ഗ്രാവിറ്റിയിലാണ് കാണുന്നത്. പക്ഷെ ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് SIT സംഘത്തിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഈ പറഞ്ഞ എല്ലാവരുടെയും കാര്യത്തിൽ എന്തൊക്കെ തെളിവുകളാണ് SIT സംഘത്തിന്റെ കയ്യിൽ ഉള്ളത് എന്നറിയില്ല. അപ്പോൾ ഒരു വീഡിയോയുടെ പേരിൽ മാത്രമല്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോകുന്നത് എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ തെളിവുകൾ എന്താണ്, ഈ പറഞ്ഞ CDR പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ, ഇവർ തമ്മിൽ മറ്റ് ബന്ധങ്ങളുണ്ടോ, വേറെ ആരെങ്കിലും ഇതിൽ പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനാണ് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി നമ്മൾ അപ്പോൾ സംസാരിക്കേണ്ടി വരും. ഇതിന്റെ തെളിവുകൾ ഇപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ നേരിട്ട് വ്യക്തതയൊന്നുമില്ല. കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ ഏകദേശം ധാരണയൊക്കെ ആയി, ഉടൻ തന്നെ അകത്താകുവാനുള്ള സാധ്യതയൊക്കെ കൂടി വരികയാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ധാരണകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ചോദ്യം ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി ചോദ്യം ചെയ്തതിലുള്ള എല്ലാവരുടെയും അമർഷം, എല്ലാവരുടെയും അതൃപ്തി, വിയോജിപ്പെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും പുറത്തു വന്നത്. അതുമല്ല ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് എല്ലാവരെയും അറിയിച്ചുകൊണ്ടായിരുന്നു. അതിനുശേഷം ഒരു രഹസ്യ ചോദ്യം ചെയ്യലുണ്ടായാലും ഉറപ്പായും തിരിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരും ചോദിക്കും. അതുപോലെ തന്നെ SIT സംഘത്തിന് സംസ്ഥാന സർക്കാർ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരും. അപ്പോൾ എന്ത് തന്നെയായാലും ഇതൊരു നിർണായക വഴിയിലേക്ക് ആകാൻ പോകുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായും രണ്ടാമത്തെ റൗണ്ട് ചോദ്യം ചെയ്യൽ കടകംപള്ളിയിലേക്ക് പോകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തുണ്ടാകാൻ പോകുന്നത് ഒരു വലിയ അറസ്റ്റാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നേരത്തെ ഈ പറയുന്നത് പോലെ അടൂർ പ്രകാശിനെ പെട്ടെന്നൊരു ദിവസം ചോദ്യം ചെയ്തതല്ല, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ പറയുന്ന ചോദ്യം ചെയ്യലിന് മുൻപും പിൻപുമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യുമ്പോഴും ഒരു ഒളിച്ചു വെക്കൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം
ഈ കേസിന്റെ അന്വേഷണം സുതാര്യമാണ്, ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന നിലയിൽ SIT സംഘത്തിന്റെ ഒരു രീതിയിലുള്ള സമ്മർദ്ദവും ഇല്ലാതെ കൃത്യമായ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി അത് കഴിഞ്ഞു ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഈ പറയുന്ന പോലെ റാന്നിയുടെ മുൻ MLA ആയിരുന്ന രാജു എബ്രഹാമിനെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായും CPM-ലെ ഒരു കൂട്ടം നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ജയിലിലേക്ക് പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും ഒട്ടുമിക്ക വലിയ വലിയ അറസ്റ്റുകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പേരുകളും ഉയർന്നു കേൾക്കാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായും CPM-നെ എന്ന് പറയുന്നില്ല, ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നതും ഇല്ലാതിരുന്നതുമായിട്ടുള്ള കോൺഗ്രസിന്റെയും BJP-യുടെയും പല നേതാക്കന്മാരും പ്രവർത്തകർ പോലും ഇതിൽ പങ്കാളികളായേക്കാം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഇത്രയും ദിവസം നമ്മൾ ചർച്ച ചെയ്തത് മാത്രമല്ല ശബരിമലയിൽ നിന്ന് പോയിട്ടുള്ള സ്വർണം എന്ന് പറയുന്നത്, വലിയൊരു കൊള്ള നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായ ബോധ്യം SIT-ക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വിട്ടിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഏതൊക്കെ പാർട്ടി ഭേദമന്യേ കൃത്യമായി ഈ പറയുന്ന പ്രതികളെ SIT സംഘം പിടികൂടുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഉഴപ്പിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തള്ളി നീക്കാമെന്നുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, ഇപ്പോൾ LDF-ന്റെ കാര്യം പറയുകയാണെങ്കിലും UDF-ന്റെ കാര്യം പറയുകയാണെങ്കിലും സെൽഫ് ഡിഫൻസ് മെക്കാനിസത്തിലൂടെയാണ് ഇവരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ LDF-കാർക്ക് കുറേയേറെ പേരെ ഡിഫെൻഡ് ചെയ്ത് കൂടെ നിർത്തേണ്ട ആവശ്യമുണ്ട്. അവർക്കാണെങ്കിൽ നടപടി എടുക്കാൻ പറ്റില്ല. നടപടി എടുക്കാത്ത പാർട്ടി CPM മാറുന്നത് കൊണ്ട് തന്നെ നടപടി എടുക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിൽ പോലും ഇതിലൊന്നും ഒരു വാക്ക് മിണ്ടില്ല എന്നുള്ള സത്യമാണ്. ഇപ്പൊ UDF-ന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അടൂർ പ്രകാശ് MPയെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ആന്റണിയെ ചോദ്യം ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്കും ഇത് എത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യവുമുണ്ട്. അപ്പോൾ ഇരുപക്ഷവും ഇതിന്റെ പേരിൽ മിണ്ടാതിരിക്കുന്ന ഒരു നയത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം ന്യായീകരിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ചോര ഉറ്റിക്കുടിക്കാൻ വരുന്ന ചെന്നായി പോലെ വരാൻ പോകുന്നത് BJP-ക്കാരാണ്. ഈ പറഞ്ഞ ശബരിമല ഉപയോഗിച്ച് വോട്ടാക്കി മാറ്റാൻ. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ ശബരിമല ഉപയോഗിച്ച് വോട്ടാക്കാൻ നോക്കിയപ്പോഴൊന്നും നടന്നിട്ടില്ല. BJP-ക്ക് കിട്ടിയ വോട്ടുകളൊന്നും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ BJP-ക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്, കൂടിയിട്ടില്ല. BJP ഇത് കൃത്യമായി ഉപയോഗിക്കാത്തതാണോ അതോ CPM-ന്റെ കൂട്ടുകെട്ടിൽ അവർ പാവമല്ലേ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് ചിന്തിക്കുന്നതാണോ എന്നറിയുന്നില്ല. എന്തായാലും BJP ഇത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളിലും കൃത്യമായി നിലപാട് അറിയിക്കുന്ന, കൃത്യമായി ഇടപെടുന്ന, കൃത്യമായി പ്രതികരിക്കുന്നവരാണ് BJP-യിലെ എല്ലാ നേതാക്കളും തന്നെ. പക്ഷെ അവരാരും ഒരു വലിയ ആഹ്വാനം നടത്തുകയോ അല്ലെങ്കിൽ വലിയൊരു പ്രസംഗം നടത്തുകയോ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ മൂന്ന് കൂട്ടരും ഒരുപോലെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം എല്ലാവരും മറന്നു കളയാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പൊതുജനം ഇത് വിട്ടുകളയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പല വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ശബരിമല എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം സ്ഥലമല്ല. ഇപ്പൊ സർക്കാരിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു വലിയൊരു പിൽഗ്രിം സൈറ്റ് ആണ്. അപ്പൊ അതിനെപ്പറ്റി കേരളത്തിലുള്ള എല്ലാവർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ അവകാശമില്ല എന്നല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള അവകാശമുണ്ട്. ഇതിന്റെ പേരിൽ ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കും. ഇപ്പൊ LDF ഇത് വിട്ട് കളഞ്ഞാലും UDF ഇത് വിട്ട് കളഞ്ഞാലും ഇവരെ രണ്ടുപേരെയും വിട്ട് BJP-യും വിട്ട് കളഞ്ഞാലും ഈ പറയുന്നത് പോലെ പൊതുജനം ഇതിന് ഉത്തരം ചോദിക്കും.